ഹലോ, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ചേച്ചിയുടെ വീടിൻ്റെ പാലുകാച്ചലിൻ്റെ ഒരു ഫുൾ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇത് തലേന്നത്തെ ഒരു ലുക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് രാവിലെ നമ്മളെല്ലാവരും റെഡിയായി വന്നിട്ടുണ്ട്. ഇതേ ചേട്ടന്മാരൊക്കെ ഇവിടെ റെഡിയാണ് കേട്ടോ. എല്ലാവരും ഒരേ മോഡൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതേ രാവിലെ തന്നെ നമ്മൾ വിളക്ക് കത്തിച്ച് കയറാനായിട്ടുള്ള പരിപാടിയാണ്. നമുക്ക് സമയം തന്നിട്ടുണ്ടായിരുന്നു 10:30-ക്കും 11:15 ഇടയ്ക്കായിരുന്നു സമയം. അപ്പോൾ വിളക്കൊക്കെ കത്തിച്ച് നമ്മൾ വീടിന് ഒരു വട്ടം വലം ചുറ്റി വേണം നമ്മൾ വീടിനകത്തേക്ക് കയറാനായിട്ട്. അപ്പോൾ അത് രാവിലെ തന്നെ ചെറിയൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു ചെറിയ ടെൻഷൻ എല്ലാവർക്കും ഉണ്ടായിരുന്നു, വിളക്ക് കിട്ടുപോകുന്നു. പക്ഷേ വിളക്ക് കിട്ടുപോയില്ലായിരുന്നു. അപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ച് തന്നെയാണ് നമ്മൾ വീടിന് വലം ചുറ്റി വെക്കുകയാണ് കേട്ടോ. അപ്പം വീട്ടിലേക്ക് വലതുകാല് വെച്ച് തന്നെ ചേച്ചി കയറി. അതിൻ്റെ പുറകെ തന്നെ നമ്മളും ഓരോ സാധനങ്ങളൊക്കെ ആയിട്ട് വീട്ടിലേക്ക് കയറണമെന്നാണ്, അങ്ങനെയൊക്കെയാണ് പറയാറ്. അപ്പോൾ അതേ കിച്ചൂട്ടൻ്റെ ഒരു തൂത്തുവാരിയും പൊക്കി പിടിച്ചുകൊണ്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ. എൻ്റെ കയ്യിലും ഉണ്ടായിരുന്നു കുറച്ച് സാധനങ്ങളൊക്കെ. അപ്പോൾ അതും വെച്ച് ഈ അടുക്കളയിലേക്ക് നമ്മൾ കൊണ്ടുപോവാണ്. ഈ ഒരു മൊമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നമുക്ക് ഒരുപാട് സന്തോഷം തോന്നിയൊരു നിമിഷമാണ് കേട്ടോ. കാരണം ഒരു വർഷത്തിനുള്ളിൽ ഒരു വീട് വെച്ച് കയറുക എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാം, ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ. അതിനിടയിൽ ഒരുപാട് തടസ്സങ്ങളുണ്ടായിട്ടുണ്ട്, പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. അതിനെയൊക്കെ ഓവർകം ചെയ്ത് നമ്മൾ ഈ ഒരു നിമിഷത്തിനായിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ അച്ഛയും ചേച്ചിയും കൂടെ ആ ഒരു വിളക്ക് എന്താ പറയുക, ആ ഒരു അടുപ്പിലേക്ക് നമ്മൾ തീ കത്തിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മുടെ പാലുകാച്ചലിനുള്ള സമയമാണ്. എല്ലാവരും വന്ന് കയറി നിൽക്കുകയാണ് കേട്ടോ. ഇനിയിപ്പം നമുക്ക് പ്രാർത്ഥിച്ച് പാല് കാച്ചാനുള്ള സമയമാണ്. ചേച്ചിയൊക്കെ വരുന്നതേ ഉള്ളൂ കേട്ടോ. അവർ ലേറ്റായിരുന്നു മഴ കാരണം. ഇനി നമ്മളിതാ പാലൊക്കെ അടുപ്പത്ത് വെച്ച് പാല് തിളയ്ക്കാനായിട്ട് നോക്കി നിൽക്കുകയാണ് കേട്ടോ. രണ്ടുപേരും തിള വരുന്നുണ്ടോ എന്നൊക്കെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. ഈ ഒരു നിമിഷം ഇത് നമുക്ക് ഒരുപാട് സന്തോഷം നിറഞ്ഞൊരു നിമിഷമായിരുന്നു കേട്ടോ. കാരണം 1.5 മണിക്കൂറിന് ശേഷമാണ് ഈ പാല് നമുക്ക് പൊങ്ങി വന്നത്. അതെല്ലാവരും പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുതുതായിട്ട് അടുപ്പ് വെച്ചതായതുകൊണ്ട് തന്നെ അത് ചൂട് പിടിച്ച് കത്തി വരാൻ ഒരുപാട് താമസം എടുക്കും, അതുകൊണ്ടാണെന്നാണ് പറഞ്ഞത്. കാരണം നമ്മൾ ഒത്തിരി നേരം അത് കാത്തിരുന്നതിന് ശേഷം ഈ പാല് പൊങ്ങി തിളച്ച് താഴെ വീണപ്പോൾ ഉണ്ടായ ഒരു സന്തോഷം, ഭയങ്കര സന്തോഷമായിരുന്നു എല്ലാവർക്കും. ചേച്ചി സന്തോഷം കൊണ്ട് കരഞ്ഞതാണോ അതോ ചൂടടിച്ചിട്ട് കരഞ്ഞതാണോ എന്ന് എനിക്കറിയില്ല സത്യത്തിൽ. എന്തായാലും നമ്മളിത് അടുത്ത ഒരു പാത്രം അതിലേക്ക് വെച്ചിട്ടുണ്ട്. കാരണം ഇന്നത്തെ ദിവസം അടുപ്പ് കെട്ടുപോകാൻ പാടില്ലെന്നൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളൊരു കലത്തിലേക്ക് വെള്ളം വെച്ചിട്ട് നമ്മുടെ പാലിലേക്ക് പഴവും ഏലക്കായും മധുരമൊക്കെ ഇട്ട് നമ്മൾ ഓരോ ഗ്ലാസ്സിലോട്ടായിട്ടുണ്ട്. കാരണം രാവിലെ നമുക്ക് 10:30-ക്കും 11 മണിക്കും ഇടയ്ക്ക് ആയതുകൊണ്ട് തന്നെ വന്നവർക്ക് ആ ഒരു ഇത് കൊടുക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് നൈറ്റ് ആയിരുന്നു ഫംഗ്ഷൻ, 5 മണി തൊട്ടായിരുന്നു ഫംഗ്ഷൻ. ചേച്ചിയുടെ കൂടെ വർക്ക് ചെയ്യുന്നവരാണ് ഇവരെല്ലാം, ചേച്ചിയുടെ ചേട്ടൻ്റെയൊക്കെ കൊളീഗ്സാണ് കേട്ടോ ഇവരെല്ലാം തന്നെ. വൈകിട്ട് നമ്മൾ നല്ല അടിപൊളി ഒരു ഫംഗ്ഷൻ തന്നെയായിരുന്നു നടന്നത്. പിറ്റേ ദിവസം രാവിലെ നമ്മളിതാ ഈ ഒരു പരിപാടിയിലോട്ട് കയറി. ഇത് തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാലോ ഇതെന്താ ഞാൻ ഉദ്ദേശിച്ചതെന്ന്. അതെ, ഗിഫ്റ്റ് പൊട്ടിക്കൽ. ഒരുപാടധികം ഫോട്ടോസും പാത്രങ്ങളും ഒക്കെ അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കിച്ചും വിച്ചിയും കൂടെ അറഞ്ചം പുറഞ്ചം നമ്മുടെ ഗിഫ്റ്റ് പാക്ക് അത് പൊട്ടിക്കുകയാണ്. കാരണം അവർക്ക് വേറൊന്നുമല്ല, അവർക്ക് അതിനകത്ത് ഐറ്റം എന്താണെന്ന് ഒന്നും കാണണ്ട. രണ്ടുപേരും വാശിക്ക് ആ ഒരു ഗിഫ്റ്റ് പേപ്പർ പൊട്ടിച്ചെടുക്കാനുള്ള ആ ഒരു ഇതാണ് കാണിക്കുന്നത് കേട്ടോ. ഒരാൾ ഒരെണ്ണം പൊട്ടിക്കുമ്പം അടുത്തയാൾ വേറെണ്ണം എടുത്തുകൊണ്ട് വരും. ഇഷ്ടം പോലെ പാത്രങ്ങളും അതുപോലെ കാസ്ട്രോള്, പാന്, നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ. ഈ ഒരു വിളക്ക് കൊടുത്തത് അവിടെ പണിക്ക് വന്ന ബംഗാളി ചേട്ടന്മാർ കൊടുത്താണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഈ ഒരു ഫോട്ടോ കണ്ടില്ലേ കൃഷ്ണൻ്റെയും അതിന്, എനിക്ക് അതും ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതിനുശേഷം ഈ ഒരു പെട്ടി പൊട്ടിക്കാനായിരുന്നു കിച്ചു അടി ഉണ്ടായത്. അത് അവന് തന്നെ പൊട്ടിക്കണമെന്ന് പറഞ്ഞിട്ടായിരുന്നു കേട്ടോ. അതൊരു എയർ ഫ്രയർ ആയിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ഫാന്, ടേബിൾ ഫാൻ, അതുപോലെ സീലിംഗ് ഫാൻ, അതൊക്കെ ടേബിൾ ഫാൻ 2-3 എണ്ണം എന്തോ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ സീലിംഗ് ഫാനും കിട്ടി. ടോട്ടൽ ഏതാണ്ട് 6-7 ഫാനോളം കിട്ടിയിട്ടുണ്ടായിരുന്നു അവർക്ക്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ഭിത്തിയിലൊക്കെ വെക്കുന്ന ഫോട്ടോസ്, കൃഷ്ണൻ്റെയും രാധയുടെയൊക്കെ ഒരുപാട് ഫോട്ടോസ്, ക്ലോക്ക്, ഇഷ്ടം പോലെ ഡിന്നർ സെറ്റ്, അതൊക്കെ ഒരുപാട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് നമ്മൾ കൊടുത്ത ഫ്രിഡ്ജായിരുന്നു കേട്ടോ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ പാലുകാച്ചലിന് ഫ്രിഡ്ജ് കൊടുക്കാമെന്ന്. നമ്മൾ പാമ്പാടിയിൽ നിന്ന് തന്നെ ഒരു ഷോപ്പിൽ നിന്ന്, കോണാറ്റ് ഫർണിച്ചേഴ്സ് എന്ന് പറഞ്ഞൊരു ഷോപ്പിൽ നിന്നാണ് നമ്മളത് മേടിച്ചത്. അപ്പോൾ വേർപൂളിൻ്റെ ഫ്രിഡ്ജായിരുന്നു കേട്ടോ. അത് നമ്മൾ വാടക വീട്ടിൽ വെച്ചേക്കുമായിരുന്നു. അവിടുന്ന് നമ്മൾ പുതിയ വീട്ടിലേക്ക് പാലുകാച്ചൽ കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് നമ്മൾ കൊണ്ട് വെക്കുന്നത്. അപ്പോൾ അത് പൊട്ടിക്കുവാണ്. അത് പൊട്ടിച്ചുകൊണ്ട് അതിൻ്റെ തെർമോകോൾ കണ്ടപ്പോഴേ വിച്ചിയും കിച്ചും കൂടെ അത് എടുത്തുകൊണ്ട് ഓടിയിട്ടുണ്ട് കേട്ടോ മുറ്റത്തേക്ക്. അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്യായിരുന്നു കേട്ടോ. നമ്മുടെ ഒരു വർഷത്തെ കാത്തിരിപ്പായിരുന്നു നമ്മുടെ ഈ ഒരു വീട് പാലുകാച്ചലൊക്കെ. അത് ഭംഗിയായിട്ട് തന്നെ നടന്നു. ഈശ്വരാനുഗ്രഹത്താൽ ഒരു തടസ്സവും കൂടാതെ മഴയൊക്കെ ചെറുതായിട്ട് പെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും
അടിപൊളിയായിട്ട് തന്നെ നടന്നു. ഒരുപാട് സന്തോഷം. വിളിച്ചവരെല്ലാം തന്നെ നമ്മുടെ അടുത്ത് വരികയും ചെയ്തു. അതുപോലെ സന്തോഷം നിറഞ്ഞൊരു ദിവസമായിരുന്നു ഇന്ന് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക്